രാവിലെ തന്നെ ആരെയോ കാത്തു നിൽക്കുന്ന പോലെ തോന്നുന്നല്ലോ. ഞാനിന്ന് ടീച്ചറിന്റെ ട്രീ ഹൗസിൽ പോകുന്നു. അവിടെ നല്ല രസമാണ് മുത്തശ്ശ. മുത്തശ്ശനെ ഇത് കാണണോ? ഓ തീർച്ചയായും, ഞാനും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു രഹസ്യ താവളമല്ലേ? പക്ഷെ നീ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ആഹാരം തയ്യാറാക്കി വെക്കണം. നീ എവിടെ സ്ഥിരതാമസമാക്കാൻ പോവാണോ? നിനക്കെന്റെ എല്ലാ ആശംസകളും. ശുഭദിനം നേരുന്നു മുത്തശ്ശ. ഐഡി, നീ എന്തെങ്കിലും മറന്നായിരുന്നോ? നിന്റെ ഷൂസ്? ഓ ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ഹൈഡി. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും പാലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചീസും കുറച്ച് വാൾനട്ട്സും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എത്തിയതാ? പുറകിലോട്ട് നിൽക്കൂ ഹൈഡി. എന്റെ ട്രീ ഹൗസിൽ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? This program co-powered by Jayalakshmi, India's finest bridal destination, and OPM Chelluda Valiya, associate sponsor, Ipponoru Scooby-Doo bagging Mocha, Open Victory Summer, and Odisha Classical Shoes. വളർന്ന കാലുകൾക്കായി ശാസ്ത്രീയമായി ഡിസൈൻ എനിക്ക് എന്റെ കാര്യം കുറച്ച് വിഷമമില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, അത് മതി. ഈ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഒട്ടമാനും ചാട്ടമാനും കൂടി അതിനെ വശത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കളിപ്പാട്ടങ്ങൾ കുട്ടികളെ ആക്രമിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ വളരെ അപകടം നിറഞ്ഞ കളിയാണ് കളിക്കുന്നത്. യുദ്ധവിമാനമോ?
ഞാൻ പണി തുടങ്ങിയല്ലോ മനുഷ്യന്റെ കയ്യിലെ കളിപ്പാട്ടമായി മാറും. അതായത് ഇതിലേക്ക് ഞാൻ ഒരു കാര്യം ചെയ്യും. നിങ്ങള് ഈ ബയോസ്കോപ്പിനകത്തേക്ക് നോക്ക്. അതിലെന്താണെന്ന് നോക്ക്. അപ്പൊ ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറയും. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്റേതാണ്. ഒരു പ്രാവശ്യം കൂടി ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വിനോദ ലോകത്ത് എത്തിപ്പിടിക്കും. പിന്നെ ധ്യാനിന്റെ കൂടെ കളിക്കും. ഇത് എന്റെ ബയോസ്കോപ്പാണ്. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ അതിനകത്തേക്ക് നോക്കിക്കോളാം. മനസ്സിലായോ? നിക്ക്, അവിടെ നിക്കാൻ. ഈ പിള്ളേരെ അങ്ങ് വെറുതെ വിട്ടാൽ ശരിയാവില്ല. എടോ, നീ എന്താണ് ഈ കാണിച്ചത്? ഇവിടെ ഇറങ്ങി. സൂക്ഷിക്കണം. നീ പുറത്ത് വന്നേരുത്. ഇനി എന്തൊക്കെയായാലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. കുഞ്ഞാനോട് ചോദിച്ചപ്പോ കുഞ്ഞ പറഞ്ഞ വലിയ എറണാകുളത്തേക്ക് നിക്കാൻ പോയിരുന്നു. എറണാകുളത്തേക്കാ? ആടെ കുഞ്ഞാനോട് ചോദിച്ചു എന്തോട്ടുന്ന്? ഞാൻ എന്നോട് പറഞ്ഞ എന്തോട്ട്? ഞാൻ എറണാകുളത്തേക്ക് നിക്കാൻ പോയിരുന്നു. അല്ല വലിയ എറണാകുളത്തേക്ക് നിക്കാൻ പോയിരുന്നു പറഞ്ഞ് ശരിക്കും വെറുതെ പറഞ്ഞു. പിന്നെ ചിലപ്പോ പോവും. എറണാകുളത്തേക്ക് നിക്കാൻ പോയാ എടാ ലെമിനിയ മാളി സീനുണ്ടാ? എന്നിട്ട് തൊഴുത്തി പോയി. എന്നിട്ട്
തൊട്ടത് ഡാൻസ് കളിക്കുന്ന ഓഫ് സൈഡ് അല്ലേ ഇത്? എന്തോ ബ്ലൂ ഫോൺ ഓഫ് സൈഡ് ആക്കിയിരുന്നു. അല്ല ഇത് ഓഫ് സൈഡിനപ്പോൾ തന്നെ അടിച്ച്. ലക്കിന് അമ്മയാണ് അടിച്ചത്. ലക്കി അങ്ങനൊക്കെ പേരില്ലേ? എടാ ഇവൻ്റെ പേര് ഡാനി ഓൾമോ. ചിക്കൻ കറി എന്ന് പറഞ്ഞ പേരുണ്ടായല്ലോ ഒരാളുടെ. സ്റ്റീഫൻ കറി ചിക്കൻ കറി അല്ലേ? ആള് സെറ്റ് ചെയ്യുന്നുണ്ടാ. ബക്കാമിൻ്റെ അത്രക്കുണ്ട്. അതിനെ കളപ്പറഞ്ഞു റൊണാൾഡോയുടെ അത്രക്കില്ല അല്ലേ? അല്ലേ റൊണാൾഡോയുടെ അത്രക്കില്ല അടിച്ചോക്കിയ ഫ്രീ കിക്ക്. റൊണാൾഡോട്ടാ ലെമിൻ യമാലിനെ കൊണ്ട് ഗോൾ അടിക്കും. എംബാപ്പെ മുച്ചി റൊണാൾഡോ വാപ്ചി മെസ്സി. വാപ്ചിക്ക് ഇഷ്ടല്ലേ? വാപ്ചി പണ്ട് അങ്ങനെയാണ് മെസ്സിനാണ്. പപ്പക്ക് ഫുട്ബോൾ ഒന്നും ഇഷ്ടമല്ല, ക്രിക്കറ്റ് ഇഷ്ടം. അല്ല വാപ്ചിക്ക് പണ്ടേ ഫുട്ബോൾ ഉണ്ടായില്ല, ക്രിക്കറ്റ് ഉണ്ടായുള്ളൂ. ക്രിക്കറ്റ് അല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നടാ. എന്നിട്ട് അന്ന് പക്ഷെ അന്ന് ഫേമസ് ക്രിക്കറ്റ് ആണെന്നുള്ളൂ. അന്ന് ഫേമസ് ആയിരുന്നു ക്രിക്കറ്റ്. ആ യെസ് കോർണർ ഞാൻ അടിച്ചിട്ട് ഒരു ഷൂട്ട് എന്നിട്ട് അവനെ തലക്കൊരഞ്ഞു കൊടുക്കും. ഒരാളുടെ തലക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു കാക്ക് ഇത് തലക്ക് കൊടുക്കാൻ പറ്റൂല. ഫൗൾ ചെയ്ത് കൊടുത്ത ഫോൾ ചെയ്താലും ഒരാൾ ഇവിടുന്ന് ഫൗൾ ചെയ്ത് കാണിക്കുകയാണ് റെഡ് കാർഡ് ഇട്ട്. അപ്പം യമാല് പോവും. അയ്യോ പൊട്ടൂട്ടാ. ബുള്ളറ്റ് പ്രൂഫ് ഒന്നല്ലേ? യെസ് ബുള്ളറ്റ് പ്രൂഫാണോ ചില്ലി? ഗോറില ഒട്ടൂട്ടോ. ഗോറില കുട്ടി. ആ ഫോണോ? മറ്റേ ഫോണ് റിയൽമി അതല്ലത്. അതല്ല വെള്ളിക്കാട ഫോൺ. കവർ ഇനി വരെ അവിടെ പോയിക്കണേ നോക്ക് അവിടെ കവറൊക്കെ അതാലോ ഇത്. അയ്യോ കവർ നല്ല ഷൂട്ട് എടുത്ത് അടിക്കണ്ടേ? അടിക്കട്ടെ അടിക്കട്ടെ കരയോ? എന്താ ഞാൻ സൈസിലൂടെ വാൻ എടുത്ത് സൈസ് മൊട്ടയാണ്. സൈസ് തെറിയൊക്കെ പറയും. പട്ടിയുടെ ഓനെ നമുക്കറിയാം. ആ അപ്പം ഞാനോട് പറയാം. ഗെയിമുകൾ കളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ